ഓരോരുത്തർക്കും ശക്തമായ കഥാപാത്രങ്ങളാണ്. അവർ കുറച്ച് ഉണ്ടാവുള്ളൂ. പക്ഷേ അവരെല്ലാവരും ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്ന് നിൽക്കുന്നൊരു സ്ഥലമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ലാലാ പാർക്ക്. അത് ഗംഭീരമായിരിക്കും. ഗായത്രി ജന്മം നൽകുന്നത് ഒരു അസാധാരണ ശക്തിയുള്ള മകനെയായിരിക്കും. അതൊരവതാരമാണ്. നീയാണോ ഞാനാണോ ആ ഈഗോ അല്ല, എല്ലാവരും ഫ്രണ്ട്ലി വിത്ത് ഈച്ച് അതർ, സപ്പോർട്ടീവ് വിത്ത് ഈച്ച് അതർ ആയിരുന്നു. സോ ഒരു ടീം വർക്ക് ആയിരുന്നു. ഇത്രയും നാള് ചെയ്തതിന് വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്തേക്കുന്നത്. ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. കാരണം ആ ഒരു ക്യാരക്ടറും ആ ഡയലോഗ് പ്രസന്റേഷനും എല്ലാം വേറൊരു രീതി. ഈ മറ്റേ ദേവസേന ആ ഒരു സ്റ്റൈലായിരുന്നു. സാർ എന്നോട് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു സോങ്ങിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടില്ല. ഒരു സസ്പെൻസ് ആയിട്ട് സാറ് പറഞ്ഞു ഒരു സോങ് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഒന്ന് കണ്ടു നോക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി. ആ ഒരു ദിവസം പറയുകയാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഒന്ന് മഴയത്ത് നമുക്ക് നോർമൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു നിസ്സാര കാര്യമല്ല. ഇതിപ്പോ എന്താ നടക്കുന്നത്? ഞാൻ തിന്നുന്നത് ഇങ്ങനെ ശരിയായിരുന്നു. രാവിലെ വന്ന സ്ത്രീകളെല്ലാവരും ഇങ്ങനെ കെട്ടും, ആണുങ്ങൾക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. അപ്പൊ ഞാനാലോചിച്ചു ശരിയാണല്ലോ. அந்த லாலா பார்க் மட்டும் இல்ல, இந்த மொத்த சாம்ராஜ்யத்தை அழிக்க போறேன். ஏன் தெரியுமா? இப்ப நான் வந்துட்டேன்ல. അവിടെ കുറെ പാമ്പിന്റെ കുഞ്ഞുങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് എന്നാ കട്ട് ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഓൾ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് കളർഫുൾ സ്റ്റോറീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്. സൂൺ റിലീസ് ആവാൻ പോകുന്ന രഘുറാം മൂവിയിലെ ദ വോൾ രഘുറാം ടീം. സോ വെൽക്കം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു മൂവി എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ബിഗ് തിങ് ആണല്ലേ. കുറേ നാളത്തേക്ക് ആഗ്രഹവും കഷ്ടപ്പാടും ഒരു ഡ്രീമിനൊക്കെ ശേഷമായിരിക്കും ഒരു മൂവി റിലീസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡയറക്ടറിനോട് എൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്ത് തോന്നുന്നു? മൂവി റിലീസ് ചെയ്യാൻ പോവാണ്. സോ ഹൗ ഡു യു ഫീൽ? ഒരുപാട് സന്തോഷം. രഘുറാം ശരിക്കും എൻ്റെ 7ാമത്തെ മൂവിയാണ്. ഇപ്പോൾ മൂവി ഇപ്പോൾ 6-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സിനിമ തന്നെയാണ് രഘുറാം. അപ്പോൾ അതിനെ പ്രേക്ഷകരെങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കാണും എന്നുള്ളൊരു സംഭവമുണ്ട്. എന്നാലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കാണാൻ പറ്റുന്നൊരു മൂവി തന്നെയായിരിക്കും രഘുറാം. പ്രത്യേകിച്ച് മൂവിയിൽ ഇപ്പോൾ സ്ത്രീകൾ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഫൈറ്റ് ചെയ്ത മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിരിക്കും രഘുറാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് പടം ഹൊററാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ്. പക്ക ആക്ഷൻ ത്രില്ലറും കൂടിയിട്ടാണ് രഘുറാം. അത് ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം കിട്ടും. ഒരു സസ്പെൻസ്, ഒരു ത്രില്ലർ, ഒരു ഹൊറർ, മൊത്തത്തില് നമ്മുടെ വുമൺ ആ ഒരു സുപ്പീരിയറിറ്റി അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ബിക്കോസ് ഫൈറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ നൈസ്. ആൻഡ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു റെസ്പെക്റ്റഡ് പേഴ്സണാലിറ്റി. 7 ഇയേഴ്സിൽ 7 മൂവീസ് ചെയ്തിട്ടുണ്ടല്ലേ. ഫ്രം ഒരു മൂവി ബാക്ക്ഗ്രൗണ്ട് വരെ ഇല്ലാതെ യു ഹാവ് സ്ട്രഗിൾഡ് എ ലോട്ട് ടു റീച്ച് ഹിയർ. സോ ഭയങ്കര റെസ്പെക്ട് തോന്നാണ്. സോ ബാക്കിയുള്ളവരോട് ചോദിക്കുകയാണ്. നമ്മുടെ സാറിനോട് നമ്മൾ ആദ്യം ചോദിച്ചു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് മാമിനോട് ചോദിക്കാം. ശ്യാമല മാം, സുഖല്ലേ? സുഖം തന്നെ. സോ മാമിന്റെ കടയിൽ സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷം. മാമിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ വീട്ടില് മമ്മിയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മാം എന്ന് പറയുമ്പോൾ അത്രയൊക്കെ എന്താ പറയാൻ വാക്കില്ല. സത്യം പറഞ്ഞ അത്രയും റെസ്പെക്റ്റബിൾ, അത്രയും ഭയങ്കര രസമുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. ആൻഡ് ഇപ്പോഴും എന്ത് രസമായി കാണാൻ. സോ മാം എന്ത് പറയുന്നു? ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് മാം മൂവിയിലോട്ട് ഇറങ്ങിയത്. സോ എന്ത് തോന്നുന്നു മാം? ആക്ച്വലി ടു സേ, ഇപ്പോൾ സാറിൻ്റെ ഒരു 3 ചിത്രങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പോയിന്റ് റേഞ്ച് എന്ന ഒരു ചിത്രത്തിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ആദ്യം. അതിലും ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്, എനിക്ക് ഡിഫറെൻറ്റ് വേഷങ്ങളാണ് സാർ കൊടുക്കുന്നത്. പിന്നെ RK വെള്ളിമേഘം എന്ന ഒരു തമിഴ് ചിത്രം പുള്ളി ഡയറക്റ്റ് ചെയ്തു. അതിലും ഞാൻ ഉണ്ടായിരുന്നു. ഇത് സാറോടെ 3ാമത്തെ ചിത്രമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ടോട്ടൽ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്
ടോട്ടൽ ഡിഫറെൻറ്റ് ക്യാരക്ടർ. ഒவ்வொரு ക്യാരക്ടറും ഭയങ്കര വ്യത്യാസമാണ് സാർ നമുക്ക് കൊടുക്കുന്നത്. എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മി വേഷമായാലും അതിൽ ഒരു ഡിഫറൻസ് കൊടുക്കും. സോ അത് വെറൈറ്റി കൊടുക്കുമ്പോൾ നമുക്കും ഒരു ഇൻട്രസ്റ്റാണ്. നമ്മൾ ചെയ്യുന്നത് പോലത്തെ സെയിം മെഗാ സീരിയൽ പോലത്തെ സ്ഥിരം സ്റ്റീരിയോ ക്യാരക്ടർ ചെയ്ത് എനിക്ക് മടക്കും. അപ്പോൾ സാർ വിളിക്കുമ്പോൾ ഞാൻ ക്യാരക്ടർ പോലും ചോദിക്കില്ല, ഞാൻ ഡയറക്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ട് വേണം ചോദിക്കാൻ എന്താണ് ഇത് വെച്ചാൽ ഞാൻ ഷൈനുവിനാണ് ചോദിക്കുന്നത്, അവരെന്നെ അക്കാനാണ് വിളിക്കും. സോ ഞങ്ങൾ ബന്ധം അങ്ങനെയാണ്. ഇറ്റ്സ് ലൈക്ക് ബ്രദർ സിസ്റ്റർ തിങ്. ഞാൻ കടൽ മൂവി അഭിനയിച്ചപ്പോൾ ഇവർ ചെറിയ പയ്യനായിട്ട് എന്നെ കണ്ടതാണ്. അപ്പോൾ തൊട്ട് എന്നെ വെച്ച് മൂവി ചെയ്യണമെന്ന് ഒരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരുന്നു. സോ ദെൻ ഹി കേം ആൻഡ് ടോൾഡ് മീ ദാറ്റ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ബിക്കം വെരി വെരി ക്ലോസ്. മാത്രമല്ല ഈ ടീം എൻറ്റയർ ടീം വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ലൈക്ക് മൈ ഓൺ ഡോട്ടർ. എൻ്റെ ഡോട്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ആതിഷ് ബാല എൻ്റെ മോനായിട്ട് അഭിനയിച്ചു. സോ ദീസ് പീപ്പിൾ അണ്ടർ വി വർ ലൈക്ക് എ ഫാമിലി. So it was very good. It was like a family thing. ഒരാളോട് ഒരു ഈഗോ ഇല്ല. The greatest thing you have to note in this is lots of ladies have acted in this movie. நிறைய பெண் பிள்ளரான எல்லாവരും ആക്ഷൻ ആണ്. They don't have a revolt towards each other. നീയാണോ നാനാണോ ആ ഈഗോ അല്ല. എല്ലാവരും ഫ്രണ്ട്ലി വിത്ത് ഈച്ച് അതർ, സപ്പോർട്ടീവ് വിത്ത് ഈച്ച് അതർ ആയിരുന്നു. സോ ഒരു ടീം വർക്ക് ആയിരുന്നു. യൂഷ്വലി ലേഡീസ് വന്ന് കഴിഞ്ഞാൽ ഇവരുടെ മേക്കപ്പിനേക്കാൾ എൻ്റെ മേക്കപ്പ് ഡല്ല, ഇത്തിരി കേട്ടത് ഇവരുടെ കോസ്റ്റ്യൂമേക്കാൾ എൻ്റെ കോസ്റ്റ്യൂം എൻ്റെ ഇത്ര കുറവ്, എനിക്ക് ഇത് എക്സ്ട്രാ ഇട്ടൂടെ, ഇങ്ങനെയൊക്കെ. ഇത് അങ്ങനെയല്ല. ഇത് വെച്ചാൽ ഒരു ഫോറസ്റ്റ് ഒരു ഇതിലെപ്പോലും ഓരോരുത്തർ കൈ കൊടുത്ത് ഇങ്ങനെ വാക്ക് ചെയ്തിട്ട് പരസ്പരം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഒരു യൂണിറ്റി ആയിട്ട് ഉള്ളതാണ്. ഇപ്പം നമ്മളുടെ നായകൻ വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് എ വെരി വെരി സ്വീറ്റ് ക്യാരക്ടർ. ഷീ ഈസ് വെരി വെരി ഹോംലി ആൻഡ് വെരി വെരി സ്വീറ്റ്. ഒരു സിനിമയിൽ കണ്ട ടെററാണ്. അവർ ഡയലോഗ് സംസാരിക്കുന്ന രീതി, യു സാ ദാറ്റ് എക്സ്പ്രഷൻ സീൻ നോ, അത് ട്രെയിലറിൽ കണ്ടല്ലേ. അത് എങ്ങനെ കണ്ടാൽ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിൽ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. ബട്ട് വളരെ സോഫ്റ്റ് പേഴ്സണാണ്. ഇവർ വെച്ച് കല്യാ ക്ലൈമാക്സിലെ ഫുള്ളായിട്ട് തകർത്തു. അതും ദാറ്റ് സീൻ വാസ് ഷോർട്ട് കേം midnight 3:30. ആ സമയത്ത് ഇവർ ഇങ്ങനെയായിരുന്നു. ഷോർട്ടിന് പറഞ്ഞപ്പോൾ അങ്ങനെയായി. അപ്പോൾ കണ്ണൊക്കെ വലിയതായി. അത് എങ്ങനെ അത്ര ഫ്രഷ് ആയെന്ന് എനിക്കറിയില്ല. പറ്റിന് കയറിപ്പോയി ഒരു ഒറിജിനൽ കുത്ത് വിലക്കും പിടിച്ചിട്ട് ഷീ ഹാസ് ടു ഡു ദാറ്റ് ഷോട്ട്. അത് നന്നായിട്ട് അവർ ചെയ്തു. പിന്നെ സാരി ഉടുത്തിട്ട് സ്റ്റൺ ചെയ്യുന്നത് എനിക്ക് ഇത് സാരി ഉടുത്തിട്ട് നടക്കാൻ പോലും നീല. ഇപ്പൊ ഷൈനു പറഞ്ഞത് കൊണ്ടാണ് സാരിയോട് വന്നത്, ഇല്ലെങ്കിൽ ഞാനും അങ്ങനെ ബട്ടർഫ്ലൈ ആയിട്ട് വന്നിരിക്കും. അപ്പൊ ഞാനും അങ്ങനെ വന്നിരിക്കും. ഇപ്പൊ അത് വെരി പെയിൻഫുൾ ടു വാക്ക് വിത്ത് എ സാരി, ഫൈറ്റിംഗ് വിത്ത് എ സാരി. ജസ്റ്റ് ആലോചിച്ചു നോക്ക്. She did a very good job actually. അതൊരു എക്സ്പീരിയൻസ് അല്ലേ? യെസ്, എല്ലാം നിങ്ങൾക്ക് എന്താ പറയാ, ഓരോ സിനിമയിലൂടെ ഓരോ ന്യൂ എക്സ്പീരിയൻസ് അല്ല ആക്ച്വലി കിട്ടുന്നത്. സോ ആ ഒരു നൈറ്റ് ടൈം ഒക്കെ ഷൂട്ട് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര രസമായിരിക്കില്ലേ? സോ ആക്ച്വലി ആ ബംഗ്ലാവ് കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് സത്യത്തിൽ പേടിയാ. നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബാത്റൂം പോകുമ്പോൾ നീ വരണുണ്ടോ, നീ വരണം, ഒരുമിച്ച് പോവാം, ഗ്രൂപ്പായിട്ട് പോവാം, ഗ്രൂപ്പായിട്ട് എത്തുക. അത് നൈറ്റ് അത് കാരണം ദാറ്റ് വാസ് എ അബൻഡന്റ് ബംഗ്ലോ. അത് ആരും ഇല്ലാതെ ഒരു ബംഗ്ലോ. ഇത് ഷൂട്ടിങ്ങിന് മാത്രം എന്തോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഹോൾ നൈറ്റ് 7 o'clock തൊട്ട് നെക്സ്റ്റ് ഡേ രാവിലെ 7 o'clock വരെ ഷൂട്ട് ചെയ്യുമ്പോൾ ലേറ്റ് നൈറ്റ് ആകുമ്പോൾ നമുക്ക് വെച്ചാൽ എത്ര മൂവീസ് കണ്ടിട്ടുണ്ടാവും. ഈ സിനിമയിൽ തന്നെ നമുക്ക് കുറേ ഹൊറർ എഫക്ട്സ് ഉണ്ട്. എല്ലാം നമ്മുടെ മൈൻഡിൽ വരണം നൈറ്റ്. അപ്പോൾ എന്നിട്ടും ഞങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു. സോ നൈസ്. എന്തായാലും ട്രെയിലർ എല്ലാം കണ്ടായിരുന്നു. ട്രെയിലർ കണ്ടത് നമുക്ക് മനസ്സിലാവും ഫുൾ നൈറ്റ് ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു കാട് പോലത്തെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലേസസിലാണ് മോസ്റ്റ് ഓഫ് ദ ഷൂട്ട്സും ചെയ്തിരിക്കണേ. മാം പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ബിക്കോസ് ഓരോ ട്രെയിലറിലെ ഓരോ സീൻസ് ഇറ്റ്സ് ആക്ച്വലി ഡിഫറെൻറ്റ് വിത്ത് എ ഫൈറ്റ്. കുറേ മിസ്റ്റീരിയസ് ആയിട്ട്, കുറേ സസ്പെൻസ് ആയിട്ട്, കുറേ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ സീൻസ് അതിലുണ്ട്. സോ നമ്മൾ മാമിനോട്ട് പിന്നെയും വരും. ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് രമ്യ മാമിനോട് ചോദിക്കാം. സോ ഹൗ വാസ് ദ ഹോൾ എക്സ്പീരിയൻസ്? മാം പറഞ്ഞതുപോലെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് സാരി എടുത്തുള്ള ഫൈറ്റ് അത് കാട്ടിനുള്ളിൽ. അത് ശരിക്കും എന്താ പറഞ്ഞു, ഞാൻ ഇതിന് മുന്നേ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇത്ര ഹീൽസ് ഉള്ള ചെരുപ്പൊക്കെ ഇട്ട് അതും മറ്റേ സാരിയൊക്കെ ഇങ്ങനെ എടുത്ത് എൻ്റെ അടുത്ത് പറയും, സാറ് പറയും സ്ട്രെയിറ്റ് നോക്കി തന്നെ നടക്കണം. ഞാൻ നോക്കി ഫുൾ കല്ലും അങ്ങനത്തെ അറിയാലോ, കാട്ടിനുള്ളിൽ നടക്കുകയും വേണം. സാറ് പറയും ദേ ഇങ്ങനെ ആ ഒരു എന്താ ഒരു പേര് എന്നെ വിളിച്ചായിരുന്നല്ലോ, ദേവസേനയെ പോലെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് അതും ആ സാരിയൊക്കെ എടുത്ത് നടക്കണം. ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ഫൈറ്റ് ഉണ്ടായിരുന്നു, ഫൈറ്റ് സീന്. പിന്നെ എനിക്കൊന്നും ഞാൻ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ ആരുമായിട്ട് അത്ര വലിയ കമ്പനി ആയിട്ടില്ല. കാരണം ഞാൻ വേറൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് നേരെ ലൊക്കേഷൻ വരും. പക്ഷെ കമ്പനി ആയത് ഞാനൊരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, ഞാൻ ഡയലോഗ് വായിച്ചില്ല. അപ്പൊ എനിക്കിങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞപ്പോ
ഞാൻ കേട്ടിട്ടില്ലാത്ത കുറെ ഗുണ്ടകളുടെ പേരാ പറയുന്നത്. എനിക്ക് വായിൽ വരുന്നില്ല. ഞാൻ പക്ഷെ അവിടെ തെറ്റിച്ചിട്ട് ഞാൻ പറഞ്ഞു പോയി, ഇവരെല്ലാരും ഒരേ ചിരി. അങ്ങനെ ഞാൻ ചെയ്ത സംഭവം എനിക്ക് ടെൻഷൻ ഉണ്ടല്ലോ, കാരണം ആരും പരിചയപ്പെട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാവരും നല്ല കൂളാണ്, നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് സൈനു സാർ ഭയങ്കര കൂളായിരുന്നു. അതുപോലെ എൻ്റെ അമ്മയായിട്ട് ഇതേ മാമാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇതുപോലെ അമ്മയായിട്ട് മാമാ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞോളൂ, എനിക്കും ഭയങ്കര ഹാപ്പിയായി. കാരണം കാണാൻ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ഫുൾ രാവിലെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഷൂട്ട് ചെയ്തു ഒരു ദിവസം. അതും ഫുൾ ഫൈറ്റും കാര്യങ്ങളും, പിന്നെ ലൊക്കേഷനൊക്കെ ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ എൻജോയ് ചെയ്തു, നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ മാമിന് മൊത്തത്തിൽ ഇതില് ഫൈറ്റ് സീൻസ് ആണല്ലോ ഉള്ളത്. ഒരു സുപ്യൂരിറ്റി, ആ ഒരു വുമൻ സുപ്യൂരിറ്റി, ആ ഒരു സംഭവമാണോ മെയിൻലി മൂവിയില് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഹൈലൈറ്റ് ഞാനെന്തെങ്കിലും പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു. ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞ സസ്പെൻസ് പൊളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അല്ല, നമുക്ക് ആ ഒരു ട്രെയിലർ കാണുമ്പോ ലൈക്ക് ഫസ്റ്റ് തന്നെ മാമിന്റെ ഫൈറ്റ് ആണ് അതിന് വരുന്നത്. ഒരു ഗേൾ സുപ്യൂരിറ്റി കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ മാമിന്റെ സീനാണ് അതിലുള്ളത്. സോ അതാണ് ഞാൻ ചോദിച്ചത്, മൊത്തത്തിൽ ഈ ഒരു സിനിമയിൽ അങ്ങനത്തെ ഒരു റോളാണോ എന്ന് ഞാൻ ചോദിച്ചത്. അത്യാവശ്യം ബോൾഡ് ആണ്, നല്ല ബോൾഡ് ആണ്. കൂടുതലും ഫൈറ്റ് സീനാണ് വരുന്നത്. പിന്നെ ഒരു ഞാൻ ഇത്രയും നാള് ചെയ്തതിന് വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്തേക്കുന്നത്. ഭയങ്കര വ്യത്യസ്തമായിട്ടാണ്. കാരണം ആ ഒരു ക്യാരക്ടറും ആ ഡയലോഗ് പ്രസന്റേഷനും എല്ലാം വേറൊരു രീതി. ഈ മറ്റേ ദേവസേന ആ ഒരു സ്റ്റൈലായിരുന്നു. സോ പിന്നെയും ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാ ചെയ്യോ? തീർച്ചയായിട്ടും. ഇപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയില്ലേ, ഇനി ഭയങ്കര കൂളായിട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യും. തീർച്ചയായിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഷിമ്മി മാമിലോട്ട് പോവാം. സോ മാം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് ആ ഒരു ട്രെയിലർ പിന്നെ മ്യൂസിക് വീഡിയോ വന്നായിരുന്നു. സോ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എനിക്ക് അതിൽ തോന്നിയത്. ആൻഡ് സത്യം പറയാലോ, വീഡിയോ മാമിനെ നേരിട്ട് കാണാനും ഭയങ്കര ഡിഫറൻസാ. ലൈക്ക് മാമിനെ നേരിട്ട് കാണാൻ വീഡിയോയിലും ഭയങ്കര രസമാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെതായ എല്ലാ പെർഫെക്ഷനും അതിലുണ്ട്. നേരിട്ട് കാണാനും മാം ഇസ് ലുക്കിംഗ് സോ നൈസ്. അതെനിക്ക് പറയണം തോന്നി, കാരണം ഭയങ്കര ഒരു ഡിഫറൻസ് എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. സോ മാം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എല്ലാം? എൻ്റെ എക്സ്പീരിയൻസ് എന്നാൽ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയാണ്. ഈ ഒരു മൂവിയിൽ ഫൈറ്റ് സീൻ ഇല്ലാത്ത ഒരു ഏക ആർട്ടിസ്റ്റ് ഞാനായിരിക്കും. ഫീമെയിൽ ആർട്ടിസ്റ്റ് ഞാനാണ്. എനിക്ക് ഫൈറ്റ് സീനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു സോങ് ഇപ്പോൾ ഓൾറെഡി ഔട്ടായി. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് വരുന്നുണ്ട്. അത് പക്ഷേ ഭയങ്കര എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരിക്കലും സാർ എന്നോട് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു സോങ്ങിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടില്ല. ഒരു സസ്പെൻസ് ആയിട്ട് സാറ് പറഞ്ഞു ഒരു സോങ് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഒന്ന് കണ്ടു നോക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി. എൻ്റെ സോങ് ആണത്. ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഹാപ്പി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു കോണ്ടാക്റ്റ് ആണ്. എല്ലാവരും ഇപ്പോഴും നല്ല രീതിയിൽ എപ്പോഴും ഫുൾ ടൈം കീപ്പ് ഇൻ ടച്ച് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വളരെയധികം എന്താ പറയുക പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. മൊത്തത്തിൽ കണ്ടപ്പോ മെയിൻ ലീഡ് പോലെ തോന്നി. ആക്ച്വലി മെയിൻ ലീഡ് തന്നെയാണോ മൂവിയിലെ? എല്ലാവർക്കും പേടിയാ. ഒരു ക്യൂരിയോസിറ്റി ചോദിച്ചതാണ് നമുക്ക്. അത് മനസ്സിലായി. ലൈക് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. സോ ഔട്ട് ഓഫ് ദാറ്റ് ക്യൂരിയോസിറ്റി ചോദിച്ചതാണ്. തിയേറ്ററിൽ വന്നാൽ തന്നെ അതാണ് സംഭവം. യെസ്, ഔട്ട് ഓഫ് ദാറ്റ് ക്യൂരിയോസിറ്റി നമുക്ക് ഓരോന്ന് കാണുമ്പോൾ ആ ഒരു മൈൻഡിലോട്ട് കുറെ തോട്ട്സ് വരും. സോ എല്ലാവർക്കും വരുന്ന തോട്ട്സ് ഞാൻ ചോദിക്കുന്നു. തോട്ട്സ് വെച്ചിട്ട് നിൽക്കുക. 6th ആവുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ തോട്ട്സിനും ഒരു ആൻസർ ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ അതിശ്വ മാം. സോ മാം, ഹൗ വാസ് ദാറ്റ് ടോട്ടലി? മാമിന്റെ ഫസ്റ്റ് മൂവി അല്ലേ റിലീസ് ആകാൻ പോകുന്ന ഫസ്റ്റ് മൂവി? സോ ഹീറോയിൻ ആയിട്ടല്ലേ? സോ റിലീസ് ആവാൻ പോകുന്ന ഫസ്റ്റ് മൂവിയില് ഹീറോയിൻ ആയിട്ട് കയറിയിട്ടുണ്ട്. സോ ഹൗ വാസ് ദ ഹോൾ എക്സ്പീരിയൻസ്? രഘുറാമില് മരിയ ശ്രുവ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. എല്ലാവരും പറഞ്ഞ പോലെ വളരെ ബോൾഡായിട്ടുള്ള അത്യാവശ്യം ആക്ഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷൂട്ട് വന്നിട്ട് ഫുള്ള് ഫോറസ്റ്റിലായിരുന്നു, ഡേ ആൻഡ് നൈറ്റ്. ലാസ്റ്റ് ഷെഡ്യൂൾ 14 ദിവസം ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഷൂട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ തന്നെ ലൈറ്റ് പോയി അല്ലേ? പക്ഷെ നമ്മുടെ ഷൂട്ട് ഇപ്പോൾ ലാസ്റ്റ് 14 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ കോതമംഗലത്തൊരു ഫോറസ്റ്റിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡേയും നൈറ്റും നമ്മൾ ഡേ ടൈമിൽ ഫുള്ള് ഫൈറ്റും നൈറ്റ് വേറെ സോങ്സും ഒക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. പുലർച്ചെ 4, 5, 6 മണി വരെയൊക്കെ ഷൂട്ട് പോയിട്ടുണ്ട്. ശരിക്കും ആ ഒരു ദിവസം പറയുകയാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു.
ഒന്ന് മഴയത്ത് നമുക്ക് നോർമൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ചെറിയൊരു നിസ്സാര കാര്യമല്ല. പക്ഷേ ഞങ്ങളത് വളരെ ഗംഭീരമായി തന്നെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ആ ഷൂട്ട് ചെയ്ത സ്ഥലത്താണെങ്കിൽ നൈറ്റ് നമ്മളെ ഹീറോ ആദേശ് ബാല സാറിനെ എടുത്തിട്ട് പോകുന്ന കുറേ സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പന്തമൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ ഒരു ദിവസം ഫുൾ അത് ഷൂട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേയിൽ അതേ ഫോറസ്റ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് എന്നാ കട്ട് കട്ട് ഇല്ല. പക്ഷെ നല്ല എക്സ്പീരിയൻസ്. അപ്പൊ മൊത്തത്തിൽ എല്ലാവരും സത്യം പറഞ്ഞ എൻജോയ് ചെയ്തു. നൈറ്റ് ആയിരുന്നു ഫുൾ ഷൂട്ട്. അപ്പൊ നൈറ്റ് ഫുള്ള് എൻജോയ്മെന്റ് ആയിരുന്നു. റൈറ്റ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ആക്ച്വലി ഈ സിനിമ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചിട്ടല്ലേ മെയിൻലി പറയുന്നത്. സോ എന്ത് കൈൻഡ് ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആയിരിക്കും? ലൈക്ക് അതിനെ പറ്റിയിട്ടൊരു രഘുറാം ശരിക്ക് രഘു റാം രാമൻ റാം എന്നിങ്ങനെ തുടങ്ങുന്ന ഒരു സാധനമാണ് ശരിക്കും. പക്ഷെ എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ മൂവിക്കകത്ത് ഈ കഥാപാത്രം ഇങ്ങനെ കയറി വരുന്നു എന്ന് ചോദിക്കുന്നത് അത് സസ്പെൻസാണ്. പിന്നെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും ഒരു അതിർത്തി പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 3 സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു കാട്ടുപ്രദേശം, ഒരു ചെറിയൊരു ഭാഗം. അവിടെ ഞങ്ങളതിനെ കറക്റ്റ് ചോര മുടക്കുന്ന ലാലാ പാർക്കിലെ ഒരു അധ്യായം എന്നൊക്കെയാണ് അതിനെ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത, ആ ഒരു പ്രദേശത്ത് എന്ത് നടന്നു കഴിഞ്ഞാലും അത് ചോദ്യം ചെയ്യാൻ അവിടെ നിയമം ഇല്ലാത്തൊരു പ്രദേശമാണ്. അതിനകത്ത് നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് നമ്മൾ രഘുറാമിലൂടെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ ഈ സിനിമയിൽ ചിലപ്പോൾ മുൻപ് കണ്ടിട്ടില്ലാത്ത ആർട്ടിസ്റ്റുകളുണ്ടാവും. അപ്പോൾ ഇത് തമിഴ് മലയാളം ആർട്ടിസ്റ്റുകളെ മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുത്തുള്ളത്. അതിൽ തന്നെ പലരുടെയും ഫേസ് പലർക്കും പരിചയം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ആ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തത് കൃത്യമായി സിനിമയ്ക്ക് ആവശ്യമുള്ള കഥാപാത്രങ്ങളെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ് ഇതിനകത്ത്, കറുപ്പാണ് മൊത്തത്തിൽ. കണ്ടില്ലേ, കളർഫുള്ളായിട്ട് ഈ പറഞ്ഞതുപോലെ രമ്യമോൻ ഇവരൊക്കെ ചേച്ചിയൊക്കെ ഒരു കളർഫുൾ. അത് ഇതിനകത്തുള്ള അവരുടെ ഒരു പാരമ്പര്യ ഇത് കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു ക്യാരക്ടർ വേറെയാണ്. പിന്നെ ഇതിനകത്ത് കുറേ കാട്ടിനകത്ത് ജീവിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനകത്തുള്ള ഇപ്പോൾ കണ്ടില്ലേ, കോസ്റ്റ്യൂമിന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആണെങ്കിലും പിന്നെ വേറെ രസകരമായ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പുറത്ത് ഒരു ലേഡി ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു പെണ്ണുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് അവിടെ അവർ പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടോണ്ടിരിക്കാം. ഇതിപ്പോൾ എന്താ നടക്കണത് ഇവിടെ എന്ന്. ഞാൻ തിന്നുന്നത് ഇങ്ങനെ എരിയത്. രാവിലെ വന്ന സ്ത്രീകളെല്ലാവരും ഇങ്ങനെ കെട്ടും, ആണുങ്ങൾക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. അപ്പൊ ഞാനാലോചിച്ചു, ശരിയാണല്ലോ, രഘുറാമിന് ഇങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കല്ലേ. അപ്പൊ ഇവര് കാണുമ്പോ ഈ ഫൈറ്റില് ആ സമയത്ത്, ആ ലേഡികളുടെ സമയത്ത് ഏതാണ്ട് ഈ ഫൈറ്റ് കാണാം. അപ്പൊ രഘുറാം ഫൈറ്റ് ചെയ്യുന്നു, കുറെ ആൾക്കാർ അങ്ങനെ കൊണ്ട് ഓടുന്നു. അപ്പൊ ലേഡീസിന്റെ ഒക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കണല്ലോ, രഘുറാമിനെ വെച്ചാൽ ഇങ്ങനെ കെടുക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ ഇരുന്നിട്ട് പറയാം, എന്താണ് സംഭവം എന്ന് വെച്ചില്ല, ലേഡീസ് വരുമ്പോ ഇങ്ങനെ കെട്ടിക്കൊടുക്കും, ആണുങ്ങൾ വരുമ്പോ ഇങ്ങനെ കെട്ടിക്കൊടുക്കും. ഇതിൽ വേറെ കോസ്റ്റ്യൂം ഇല്ലേ? ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഞാനത് അവിടെ ചെന്ന് പറഞ്ഞപ്പോ അവിടെ നല്ല ചിരിയായിരുന്നു എല്ലാവരും. അങ്ങനെ അപ്പോൾ അതിനൊക്കെ ഈ രഘുറാം എന്ന് പറയുന്ന ഈ ആളിലേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു കാരണം, രഘുറാമിന്റെ ജനനം, എന്തിന് രഘുറാം ഉണ്ടായി, രഘുറാം എന്തിനു ജനിച്ചു. കാരണം രഘുറാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ രഘുറാമിന്റെ അച്ഛൻ പറഞ്ഞു വെക്കുകയാണ്, ഇങ്ങനെ ഒരാൾ ജനിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തൊരു വ്യത്യസ്തത ഉണ്ടല്ലോ, ഒരു സംഭവം ഉണ്ടല്ലോ. അതാണ് രഘുറാം എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു, 7 വർഷം കൊണ്ട് 7 മൂവി എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ രഘുറാമിൻ്റെ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനെക്കുറിച്ച് ഇത് ചെയ്യാൻ. അങ്ങനെ 7 വർഷം കൊണ്ട് 7 മൂവി അങ്ങനെ ചെയ്ത് തീർക്കുകയല്ല ചെയ്തത്. ഞാൻ ഇപ്പം എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ചാർമിള ചേച്ചി, ഇതൊക്കെ എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗങ്ങളാണ്. കാരണം 7 വർഷം കൊണ്ട് 7 മൂവി ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു സിനിമ അങ്ങനെ ചെയ്യുകയല്ല ചെയ്തത്. ഞാൻ ആദ്യം മലയാള സിനിമയിൽ ചെയ്തത് പ്രൊഡക്ഷൻ ബോയ് ആയിട്ടാണ് ചെയ്തത്. അങ്ങനെ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഡയറക്ടറാണെന്ന് വിശ്വസിച്ച ആളായിരുന്നു. കാരണം ആ സമയത്ത് എൻ്റെ പ്രദേശത്ത്, അതായത് എൻ്റെ വീടിന് മുന്നിൽ ബാബു ആൻ്റണിയുടെ ദാദ എന്ന് പറഞ്ഞ ഷൂട്ട് വരെയാണ്. PG വിശ്വനാഥ് സാറാണ് ഉള്ളത്. ഇതേ ടൈമിൽ തന്നെയാണ് ഞങ്ങളുടെ കണ്ട നല്ലത് പറയുമ്പോൾ സത്യസന്ധമായി സംസാരിക്കുമ്പോൾ കറണ്ട് വരും, തള്ളടിക്കുമ്പോൾ കറണ്ട് പോകും. അത് കറക്റ്റായിരുന്നു. അപ്പോ ഈ ദാദ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് നടക്കുമ്പോൾ, എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ ഷൂട്ട് നടക്കുമ്പോൾ തീരദേശ പ്രദേശമാണ്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ബീച്ചിൽ കടൽ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ ബാബു ആൻ്റണി ചേട്ടനും ചാർമിള ചേച്ചിയുണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ PG വിശ്വനാഥ് സാറിനെ കണ്ടുകൊണ്ടാണ് എനിക്ക് ഒരു ഡയറക്ടർ ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണുന്നത് കടലെന്ന് പറഞ്ഞു. കാരണം ഇത് കഴിഞ്ഞ ഉടനെ കടൽ തുടങ്ങണം കടപ്പുറത്ത്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പഠിത്തമൊക്കെ വലിയ പ്രശ്നമായി. ഞങ്ങളവിടെ ഒന്നും അങ്ങനെ സിനിമക്കാരൊന്നും ഇല്ല. അങ്ങനെയാണ് പിന്നെ സിനിമ മാത്രമായി, ഇത് മാത്രമായി ചിന്തയായി. അപ്പോൾ ഉമ്മ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ഉസ്താദിനെ കൊണ്ട് ചിരട്ടൊക്കെ കെട്ടിക്കും, എൻ്റെ മോന് എന്തോ പറ്റി എന്നൊക്കെ പറയും. അങ്ങനെ കുടുംബത്തിലൊക്കെ സംഭവങ്ങളാണ്. പക്ഷെ അങ്ങനെ തുടങ്ങിയതാണ്. അല്ലാതെ ഒരു സുപ്രഭാതി വന്നിട്ട് 7 സിനിമ അങ്ങോട്ട് ചെയ്തെടുക്കുന്നതല്ല. ഇപ്പോൾ പോലും ഞാൻ ഒരു സിനിമ റിലീസാവുന്നതിന് മുമ്പ് അടുത്ത സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ പോലും രഘുറാമിൻ്റെ റിലീസിന് മുമ്പ് ഞങ്ങൾ അസ്ഥികാരി എന്ന് പറഞ്ഞിട്ടൊരു മൂവി പൂജ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന. അപ്പോൾ പ്രൊഡക്ഷൻ ബോയ് ആയിട്ടും പ്രൊഡക്ഷൻ്റെ ചീഫായിട്ടും അസിസ്റ്റൻസായിട്ടും അസോസിയേറ്റായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ പഠിച്ചു വന്നതാണ്. പഠിച്ചു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ വർക്ക് പഠിച്ചിട്ടല്ല, സിനിമാക്കാരെ പഠിച്ചിട്ടാണ് ഞാൻ വന്നത്. സിനിമ പഠിച്ചുകൊണ്ടല്ല, സിനിമക്കാരെ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം എങ്ങനെയാണ് ഏത് രീതിയിലേക്ക് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളല്ല, എൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങൾ ഈ പലരും എന്നോട് ചോദിക്കാറുണ്ട്, അവരാരായിരുന്നു, അവരെങ്ങനെ പരിചയപ്പെട്ട്, എങ്ങനെ അവർ സിനിമയിലേക്ക്. എൻ്റെ കഥാപാത്രം അവരാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവരെ കൊണ്ട് ചെയ്യിച്ചത്. ഇപ്പോൾ ഇതിനകത്ത് ഈ ജയൻ സാറിൻ്റെ മകന് അഭിനയിക്കുന്നു. അത് ജയൻ സാറിൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല, ജയൻ സാറിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ വീഡിയോ കാണാൻ പറ്റിയത്. പക്ഷെ എൻ്റെ സെറ്റിലേക്ക് വന്നപ്പോൾ ഞാനത് ജയൻ സാറിൻ്റെ മകനായിട്ടൊന്നല്ല ഞാൻ കഥാപാത്രം ചെയ്തു. പുള്ളി കാണിച്ചിട്ടുള്ള, പുള്ളിയുടെ വീഡിയോയിൽ പുള്ളി കാണിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ആ കഥാപാത്രം പുള്ളിയെ കാണുമ്പോൾ ഒരു പാവം മനുഷ്യനെ പോലെയല്ല നമുക്ക് തോന്നുള്ളൂ. അപ്പം എൻ്റെ കഥാപാത്രം ഈ നമ്മുടെ കുഞ്ഞിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അതായത് ഒരുപാട് നിധിയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് പൂജ ചെയ്യുന്ന ആളെ സഹായിക്കാൻ നിൽക്കുന്ന ഒരു കഥാപാത്രമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കഥാപാത്രം അവിടെ പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞിക്കുട്ടൻ്റെ സ്വഭാവം മാറി. കുഞ്ഞിക്കുട്ടൻ വേറെ ലെവലാണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ, അത്തരത്തിലുള്ള ഒരു കഥാപാത്രമൊക്കെ പുള്ളിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും തോന്നിയപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ചു. പുള്ളി വന്നപ്പോൾ അവിടെ ജയൻ സാറിൻ്റെ മോനാണ്. ജയൻ സാറിൻ്റെ മോനാണെങ്കിൽ നമുക്ക് നല്ലത്, ഓക്കെ, അത് ഓക്കെയാണ്. പക്ഷേ ഉള്ള കാര്യം പറയുമല്ലോ, എൻ്റെ കൂടെ ഉള്ള ഒരാളുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, വേണോ? ഞാൻ ചോദിച്ചു എന്ത്? അല്ല, അത് വേറൊരു രീതിയിലൊക്കെ അല്ലേ സംസാരിക്കും. ഞാൻ പറഞ്ഞു നമുക്കതിൻ്റെ പുള്ളി ജയൻ സാറിൻ്റെ മോനാണെങ്കിൽ ജയൻ സാറിൻ്റെ മോന്, ഞങ്ങളുടെ അടുത്തുള്ള ശങ്കരേട്ടൻ്റെ മോനാണെങ്കിൽ ശങ്കരേട്ടൻ്റെ മോന്, ദാസേട്ടൻ്റെ മോന് ദാസേട്ടൻ്റെ മോന്. അത് നമുക്ക് ആ വിഷയമൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം പുള്ളിയുടെ അടുത്തുണ്ട്. അത് പുള്ളി ഭംഗിയായിട്ട് പുള്ളിനെ ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ട് ഇല്ലേ, നമ്മൾ ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ പുള്ളി ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് പുള്ളിയുടെ ഷോട്ട് വരാൻ വേണ്ടി പോകണം. അപ്പോൾ ഞങ്ങളുടെ ഫൈറ്റ് മാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എനർജിയാണ്. എൻ്റെ കൂടെ ഒരു 4-5 സിനിമയിൽ പുള്ളി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ പുള്ളി മുരളിച്ചേൻ്റെ അടുത്ത് വിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ പുള്ളി എന്നിട്ട് അങ്ങനെയല്ല ചെയ്യാം, ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വിടണം, നിങ്ങൾ കാണിക്കൂ. സാർ പറഞ്ഞു ചെയ്യാം,
ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി പറഞ്ഞു എന്ത് പുള്ളി ചെയ്യണില്ലല്ലോ. ഞാൻ പറഞ്ഞ നോക്ക്. അപ്പൊ മറ്റൊരാളും കൂടി ഉണ്ട് എന്നോട് പറഞ്ഞ അത് കഴിഞ്ഞിട്ട് അപ്പോ പുള്ളിയുടെ ഒരു സാധനം പറഞ്ഞുതരാം. ഒരു വേറൊരാളുണ്ടായിരുന്നു, അയാൾ ഫൈറ്റ് ചെയ്യണ സമയത്ത് അയാൾ എന്ത് പറഞ്ഞാലും ക്ലിയർ ആവണ്ടല്ലോ. അപ്പൊ ഫൈറ്റ് മാഷ്, ഞങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ പ്രശ്നമുണ്ട്, പുള്ളി ഇങ്ങനെ മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചെടുക്കും. അപ്പൊ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പഞ്ച് കൊടുത്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ കറക്റ്റ് ഇതൊന്നും വിവാദമില്ലല്ലേ. അപ്പൊ ഞാൻ നോക്കിയാൽ മുരളി ചേട്ടൻ കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ഫൈറ്റ് മാഷ് ഒറ്റ കുത്തു കൊടുത്തു. അപ്പൊ പുള്ളി പറഞ്ഞ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മുരളിച്ചേട്ടൻ ഫൈറ്റ് ചെയ്യണമെന്ന് ആർക്കും പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഞാനൊരു സാധനം കണ്ടിട്ടുണ്ട് പുള്ളി ചെയ്യണം. അതിനിപ്പോ എങ്ങനെ ചെയ്തതാണെന്ന് എനിക്കറിയില്ലല്ലോ. പുള്ളി ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളങ്ങോട്ട് തകർത്തതാണ്. മനസ്സിലായോ? ഭയങ്കര ഫൈറ്റ്. നമ്മൾ എന്താണോ നമ്മൾ വിചാരിച്ചതിന്റെ മേലെ പുള്ളി. അപ്പൊ മറ്റേ വന്നിട്ട് പറയണേ, എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്, സാറേ ഇത് ജയൻ സാറിന്റെ മോൻ തന്നെ കേട്ടോ. ഉള്ള കാര്യം എൻ്റെ അടുത്ത് വന്നത്, ഇത് ജയൻ സാറിന്റെ മോൻ തന്നെ. ഞാൻ പറഞ്ഞു അല്ലാന്ന്. ഇതൊക്കെ ചെയ്തു, സിനിമ ഫൈറ്റൊക്കെ ചെയ്തു, ഭയങ്കര ഇതൊക്കെ ചെയ്തു, ഷൂട്ട് നടന്ന് ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മളെ പ്രൊമോഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നിരിക്കുക. ഈ ജയൻ സാറിന്റെ അനിയന്റെ മകനോ ആണോ, ആദിത്യൻ എന്ന് പറഞ്ഞൊരു പുള്ളി എന്നെ വിളിച്ചു. അയാൾ എന്നെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു. എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നോട് ആദ്യം പുള്ളി വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ടോൺ അങ്ങോട്ട് മാറി. നിങ്ങൾ എന്തിനാണ് അയാൾ കൊണ്ട് അഭിനയിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. ഞാനിത് എല്ലായിടത്തും പറയാനൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് വേണ്ട ചെയ്യുന്നത്, പറഞ്ഞപ്പോൾ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. പുള്ളി അടുത്ത ചോദ്യം എൻ്റെ അടുത്ത്, താൻ ശരിക്കും ആരാണെന്നാണ് എന്നോട് ചോദിക്കുന്നത്. തന്നെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, താൻ എവിടുത്തെ സിനിമക്കാരൻ എന്നോട് ചോദിക്കേട്ടോ. സംഭവം എൻ്റെ വളർത്തുവാപ്പ മരിച്ചതിൻ്റെ പിറ്റന്നാ. വാപ്പ മരിച്ചിട്ട് അടക്കം ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്. താൻ ആരാണോ തൻ്റെ വിചാരം, താനൊക്കെ കുറെ സിനിമ എടുത്തു എന്നൊക്കെ പറയണ്ടല്ലോ, താനൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തുടങ്ങി എന്നോട് പറഞ്ഞു, തന്നെ ഞാൻ കോടതി കയറ്റും, അത് ചെയ്യും, ഇത് ചെയ്യും, അവൻ്റെ ഒരു ഷോട്ട് പോലും തൻ്റെ സിനിമയിൽ ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് ആ വോയിസൊക്കെ. ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ പുള്ളിയൊക്കെ അതൊന്നും പ്രശ്നമില്ല, പുള്ളി എന്തോ വക്കീലാണെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്നെ ഒരുപാട് അങ്ങോട്ട് ഭീഷണിപ്പെടുത്താം. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കേട്ടിരുന്ന ഞാൻ ചോദിച്ചു, ചേട്ടാ കുട്ടികളുടെ സൗണ്ട് കേൾക്കണ്ടല്ലോ അവിടെ, നല്ല കുട്ടികളുടെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിക്കും. ഇവിടെ കുട്ടികളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ പിള്ളേരുടെ അടുത്തൊന്ന് മാറിക്കുക, അവിടെ കുട്ടികൾ സംസാരിക്കും, ചേട്ടൻ ഇങ്ങനെയൊക്കെ തെറി പറയുന്നതൊക്കെ വളരെ മോശമല്ലേ, ഇവിടെ കുട്ടികളൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എവിടെയെങ്കിലും കുട്ടികളുണ്ടാവും, അപ്പൊ അവരോട് ഇതൊക്കെ പോയി പറഞ്ഞാൽ അവർ ചിലപ്പോൾ പേടിക്കും, വെച്ചോട് പോടാന്ന് പറഞ്ഞ. അതോടെ ആ പരിപാടി നിന്നു. ഇപ്പൊ പുള്ളിനെ പോലും വിളിക്കണില്ല എന്നാണ് പുള്ളി പറയണത്. അപ്പൊ ഇങ്ങനത്തെ കുറെ ആളുകളുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ദുരുദ്ദേശം ഇത് വെച്ചിട്ട് ജയൻ സാറിന്റെ മോനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലരൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഈ നമുക്ക് ഇങ്ങനെ ചെയ്താൽ അത് കുറെ വൈറലാവും, അങ്ങനെയൊന്നും. അതൊക്കെ 2 ദിവസത്തെ ഇതേ കിട്ടുള്ളൂ. സിനിമ കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകൻ തീരുമാനിക്കും സിനിമ നല്ലതാണോ അല്ലയെന്ന്. പിന്നെ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മളെ വലിയ രീതിയിലേക്ക് ഇത് ചെയ്യാറുണ്ട്, എല്ലാ സിനിമകൾക്കും ഉണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇരുന്നിട്ട് എന്ത് പറയുന്നു എന്നുള്ളത് ഒന്നല്ല. 6-ാം തീയതി സിനിമ പ്രേക്ഷകൻ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം കാണുന്ന ആ പ്രേക്ഷകൻ തീരുമാനിക്കും. അത് നമ്മൾ കൊണ്ട് വിളിച്ചിരുന്ന സുഹൃത്തുക്കൾ പറയുന്ന തള്ളല്ല. യഥാർത്ഥ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കും സിനിമ എന്താണ്, ആ സിനിമ എന്താണ്, കൊള്ളാം, തിരക്കേടില്ല, കൊള്ളില്ല, പോരാ, ഇതാണ് സിനിമ. അതൊക്കെ നമുക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, രഘുറാം എന്ന് പറഞ്ഞ സിനിമക്കകത്ത് ഒരു ലാഗ് ഉണ്ടാവില്ല. ഓരോ കഥാപാത്രവും ഓരോ എൻട്രിയാണ്, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ലേഡി കഥാപാത്രങ്ങളുണ്ട്. അവരൊക്കെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തുന്നത് ഓരോ ഇതിലാണ് കൊണ്ടു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ശക്തമായ കഥാപാത്രങ്ങളാണ്. അവർ കുറച്ച് ഉണ്ടാവുള്ളൂ. പക്ഷേ അവരെല്ലാവരും ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്ന് നിൽക്കുന്നൊരു സ്ഥലമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ലാല പാർക്ക്. അത് ഗംഭീരമായിരിക്കും, എല്ലാവർക്കും കാണാൻ മാത്രം ഉണ്ടാവും. പിന്നെ ഈ സിനിമയോട് കൂടിയിട്ട് കുറേ പുതിയ ആർട്ടിസ്റ്റുകൾ മലയാള സിനിമയിലേക്ക് കടന്നു വരികയാണ്. ഓക്കെ.
സോ താങ്ക് യു സർ. സോ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴ് സിനിമ കഴിഞ്ഞിട്ട് മലയാളത്തിലോട്ട് വന്നപ്പോൾ തന്നെ നായിക വേഷം അതും മോഹൻലാലിന്റെ കൂടെ. ആദ്യത്തെ ചിത്രം തന്നെ ധനം. യെസ്, ധനം. അത് നായികയായിട്ട് മാം കയറിയായിരുന്നു. സോ ഫ്രം തമിഴ് ടു മലയാളത്തിലോട്ട് കയറിയപ്പോ തന്നെ നായികയായിട്ടില്ലേ മാം? ഞാൻ തമിഴിലെ അതുവരെ നായികയായിട്ട് ചെയ്തിട്ടില്ല. ആദ്യം നായികയായിട്ട് വരുന്നത് മലയാളം. ഞാൻ മലയാളം കേട്ടിട്ടില്ല. അവിടെ സംസാരം ലാംഗ്വേജ് തന്നെ എനിക്ക് അറിയില്ല. പിന്നെ എനിക്ക് ഡാൻസ് ഒട്ടും അറിയില്ല. പിന്നെ ഞാൻ ഡയറക്ടറെ കണ്ടിട്ടില്ല നേരിട്ട്, ലോകിദാസ് സാറെ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ മോഹൻലാലിൻ്റെ ഫാദർ ഇല്ല ബാലാജി അങ്കിളുടെ അടുത്ത് പറഞ്ഞിട്ട് അവരൊരു ഇന്നസെൻ്റ് ആയിട്ട് ഒരു പെൻ്റെ ഫേസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്കൂൾ ഫോട്ടോ യൂണിഫോമോട് കൂടിയ ഫോട്ടോ ആണ് അച്ഛൻ കാണിച്ചത്. സോ അത് കണ്ടിട്ട് തന്നെ അവർ ഓക്കെ പറഞ്ഞു. പക്ഷെ അവരുടെ വിചാരത്തിൽ ഞാൻ നല്ല പൊക്കം ഉണ്ടാവുമെന്ന് അവർ വിചാരിച്ചു. കാരണം മോഹൻലാലിൻ്റെ പേരാകുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടി വേണം. അവിടെയാണ് അവർക്ക് കുറച്ച് ടെൻഷൻ അടിച്ചു നേരിട്ട് കണ്ടിട്ട്. ഞാൻ നേരിട്ട് പാലക്കാട് ടിക്കറ്റ് ബുക്ക് ആക്കിയിട്ട് ഞാൻ പാലക്കാടാണ് നേരിട്ട് പോയി എത്തുന്നത് എൻ്റെ അച്ഛനോട് കൂടി. അപ്പോഴാണ് സിബി മലയിൽ സാർ കണ്ടു. ഐ സർ ഹലോ സർ. പറഞ്ഞു ലോകിദാസ് സാറിനെ കണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ അച്ഛനെ നോക്കി. ഒന്നുമില്ല മലയാളം സംസാരിക്കുമോ? അത് സർ കേട്ടിട്ടില്ല സർ. டான்ஸ் வருமா? ஒரு நல்ல சாங் இருக்கு சீரப்பூக்கள், அது ஒரு டான்ஸ் ஆடி நல்ல டான்ஸ் வராது சார், தெரியாது சார். ஓகே பரவாயில்ல படிக்கலாம். அந்த கான்ஃபிடென்ஸ் ஆஃப் சிபி மலையல் சார் ஐ ரியலி லவ்ட் இட். because many people want take this easily because first അഭിനയിക്കുമോന്ന് അറിയില്ല, സെക്കൻഡ് ലാംഗ്വേജ് പറയുമോന്ന് അറിയില്ല. പക്ഷേ ജോസ് തോമസ് സാർ നേരത്തെ ടുഡേ he will get the dialogue, നാളെ രാവിലെ they shoot the scenes. അപ്പോൾ എനിക്ക് വെച്ച മലയാളം കേട്ടിട്ട് പോലും ഇല്ല. ബട്ട് I can't even take prompting. പക്ഷേ എന്നാലും the encouragement of everybody, especially മോഹൻലാൽ സർ, he was treating like a small baby. അത്ര കൂടി എന്നെ ചെറിയ കൊച്ചായിട്ടാണ് അവർ കണ്ടത്. സോ എൻകറേജ്മെന്റ് ആണ് ഫുൾ ടീം. 13 years ആ ഒരു ടൈമിലല്ലേ? Yeah, but the character also was like that. അതിലെ you didn't have romantic duet songs. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തോറ്റു. ബിക്കോസ് അവിടെ വെച്ച എൻ്റെ ഏജ് മാച്ച് ആക്കുന്ന കഥാപാത്രമാണ് അവർ കൊടുത്ത്. പിന്നെ ആ സമയത്ത് ഹൗ മൈ അപ്പിയറൻസ് വാസ്, ഞാൻ കുറച്ച് നടക്കുന്നത് എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും, ആടി നടക്കും. അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ലേഡി ലൈക്ക് വാക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് ഇന്നസെന്റ് ആയിട്ടുള്ള വാക്കിംഗ്. സോ ദാറ്റ് സൂട്ടഡ് ദ ക്യാരക്ടർ. So that is Sibi Malil sir's success, not my success. So Kabuliwala, after that, the entire frame, like entire change ആയില്ലേ? Yeah. So എന്ത് തോന്നുന്നു, ലൈക്ക് മലയാളമാണോ തമിഴാണോ ചെയ്യാനായിട്ട് ഏറ്റവും ആഗ്രഹം, ഇഷ്ടം? See, actually to say it depends on the character. എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ തമിഴായിക്കോട്ടെ, തെലുങ്കായിക്കോട്ടെ, കന്നഡമായിക്കോട്ടെ, എൻ്റെ ക്യാരക്ടർ എവിടെ ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ, അവിടെ തന്നെ ഐ ലൈക്ക് ടു പെർഫോം. Because the things in his movies he give different characters for each movie. So അങ്ങനെ ഉള്ളപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അഭിനയിക്കാൻ. സ്ഥിരം സീരിയോ ചാർമിലാൻ വന്നു കഴിഞ്ഞാൽ ഒരു കരച്ചൽ, ഒരു പാവപ്പെട്ട പെൺകുട്ടി, ഇങ്ങനെ തന്നെ ടോട്ടലി വന്ന് കൊണ്ടുവരുന്നത് എനിക്ക് ബോറടിയാവും. ഓഡിയൻസ് ഇഷ്ടപ്പെടില്ല, ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. ബട്ട് ഐ ലൈക്ക് ടു ഗിവ് വെറൈറ്റീസ്. ലൈക്ക് ദർ വാസ് എ ചേഞ്ച്. ധനത്തിലെ ഇന്നസെന്റ് ഗേൾ, നെക്സ്റ്റ് സ്കൂൾ ടീച്ചർ, നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീനേജർ, ഒരു ടീനേജർ അങ്കിൾ ബൺ, അതിനുശേഷം കാബ്ലിവാല. സോ ഇറ്റ് വെന്റ് ലൈക്ക് ദിസ് ഓൺലി. പിന്നെ നെക്സ്റ്റ് കടപ്പുറത്ത് പെണ്ണാണ് കടൽ. സോ ഐ വാസ് സെലക്ടിങ് മൈ ക്യാരക്ടേഴ്സ് വെയർ ഐ വാസ് ലിവിങ് മൈ ക്യാരക്ടർ ഇൻ എ ഡിഫറെന്റ് വേ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ആഫ്റ്റർ മെനി സ്ട്രഗിൾസ് പിന്നെയും ഈ തിരിച്ചു വരണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിന് പിന്നിലുള്ള ഒരു സീക്രട്ട്, ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷൻ അത് ആക്ച്വലി കൊടുക്കേണ്ട വലിയൊരു ലെസൺ തന്നെയാണ്. ബിക്കോസ് എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വരുമ്പോഴേക്കും ഡൗൺ ആയി പോവുക, അല്ലെങ്കിൽ മൊത്തത്തിൽ സ്റ്റോപ്പ് ആക്കുക, ആ ഒരു ഇപ്പൊ കണ്ടുവരുന്ന ഇതിൽ നിന്ന് ആക്ച്വലി എനിക്ക് ഒരു സ്ട്രഗിൾ വരുമ്പോഴാണ് ഞാൻ ഇച്ചിരി കൂടെ ബോൾഡ് ആകുന്നത്. ആൻഡ് ഐ റിയലൈസ് എൻ്റെ മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് സംഭവിച്ചത്. സോ നെക്സ്റ്റ് ടൈം ഇത് ചെയ്യാതിരിക്കണം. നെക്സ്റ്റ് ടൈം ഒവ്വൊന്നും വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലെസൺ ഫോർ മീ ടു ലേൺ. ലൈഫ് ഇസ് എ ലെസൺ ടു ലേൺ. സോ ഒവ്വൊരു പടിയും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒവ്വൊരു കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ച് കൊടുക്കണം. അത് വി ഹാവ് ടു ഡു ഫോർ ദ ബെറ്റർമെന്റ്. അത് കുറിച്ച് തളർച്ച ആണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ എ ഡിപ്രഷൻ. അതാണ്. സോ താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് സോ നൈസ്. ലൈക്ക് നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റിയതിനും ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ദൂരം എല്ലാം വന്നതിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു.